ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിത് നോക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി തോരനാണ്. ഒരു പൂ കൊണ്ടുള്ള തോരൻ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. വാ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാധനം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എല്ലാവരും കഴിച്ചിട്ടൊക്കെ ഉള്ളതായിരിക്കും. ഇതാണ് മുരിങ്ങപ്പൂ എന്ന് പറയും. കഴിച്ചിട്ടുള്ളതായിരിക്കും, കൂടുതൽ ആൾക്കാരും മുരിങ്ങപ്പൂ കഴിച്ചിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അമ്മ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് തോരൻ വെച്ച് തരുന്നത് മുരിങ്ങപ്പൂ. മുരിങ്ങയില ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ മുരിങ്ങപ്പൂ വെച്ച് തോരൻ വെച്ച് ഞങ്ങൾ ശരിക്കും കഴിക്കുമായിരുന്നു. അപ്പം ഞങ്ങളിന്ന് കപ്പ പറിക്കാനും വഴുതനങ്ങയൊക്കെ പറിക്കാൻ അച്ഛൻ്റെ കൂടെ പോയപ്പോൾ അവിടെ ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അവിടെ ശരിക്കുണ്ട്. അപ്പം ഞങ്ങൾ അവിടുന്ന് പിറക്കിയെടുത്തതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി കണ്ണമ്മൂനൊന്ന് തോരൻ വെച്ച് കൊടുക്കണം, അവന് ഇത് കഴിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾ പിറക്കിയത് ഒത്തിരി നേരം. ഈ സാധനം ഇത്രയേ ഉള്ളെങ്കിൽ ഞങ്ങൾ ഒരുപാട് നേരം നിന്ന് പിറക്കി കഴിഞ്ഞ് കിട്ടിയതാണ്. കുറച്ചേ ഉള്ളൂ, ഇതിന് കഴുകിയെടുക്കുമ്പോൾ ഒന്നും കാണത്തില്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ അഴുക്കൊക്കെ പോകാനായിട്ടത് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചേക്കും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അഴുക്കും ഇച്ചിരി മണ്ണൊക്കെ ഉണ്ട്, മണ്ണ് ഒത്തിരി ഒന്നുമില്ല. ഇതെല്ലാം പോയിട്ട് ഇത് കഴുകിയെടുത്ത് നമുക്ക് തോരൻ വെക്കാം. ആവശ്യത്തിന് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് കൊച്ചുള്ളി, 2-3 വെളുത്തുള്ളി, ഒരു മുളക് ഒന്നേ എടുത്തിട്ടുള്ളൂ. കുഞ്ഞിന് എരി ഒത്തിരി കൊടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഒരു മുളക് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിക്കണം. മഞ്ഞളും ജീരകവും ഒക്കെ ചേർത്തൊന്ന് അടിക്കണം. പൊടിച്ചതില്ലായിരുന്നുകൊണ്ട് ഒരു നുള്ള് ജീരകമാണ് ഇട്ടിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു ചെറിയ സ്പൂണിനകത്ത്, ഇത്രയും വേണ്ട കേട്ടോ, കുറച്ച് മഞ്ഞൾ. ഇനി ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കാൻ പോകും. അപ്പം നമ്മൾ തേങ്ങ, മഞ്ഞളും ജീരകവും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഇട്ട് ചതച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ ഈ കഴുകി വെച്ച് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് 3-4 വട്ടം കഴുകി തട്ടോ മണ്ണെല്ലാം കളഞ്ഞ് നമ്മൾ ഇട്ടൊന്ന് ഇളക്കാൻ പോവാം. പുരട്ടി വെക്കാം. വെള്ളം കളഞ്ഞിട്ട് ഉപ്പ് ഇപ്പോഴേ ഇടേണ്ട, കാരണം ഇത് വാടി വന്നിട്ട് മതി. കാരണം ഇത് വാടി വരുമ്പോഴത്തേക്ക് ഇത്തിരിയാവും. പിന്നെ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ ഒരുപാട് ഉപ്പ് കഴിക്കും. വെക്കാനായിട്ടൊരു ചെറിയ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് എണ്ണ ഒഴിക്കണം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുക് ചൂടായി വന്ന അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള, മുളക് ചെറുതായിട്ട് നമ്മളിതൊന്ന് കുമ്പ് വരെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഉള്ളി അങ്ങനെ വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ അതിനകത്തേക്ക് എടുത്ത് വെച്ച് മുരിങ്ങപ്പൂവ് ഇട്ട് കൊടുക്കുക. വെള്ളം ചേർക്കണ്ട കേട്ടോ, വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ കുറയും. പിന്നെ നന്നായിട്ട് ഇളക്കണം. നമ്മളെല്ലാവരും തോരൻ വെക്കുന്നത് തന്നെ, എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മൾ എല്ലാ വീടുകളിലും തോരൻ വെക്കുന്ന പോലെ തന്നെ ആണ് ഇതിൻ്റെ ചേരുവകളും കാര്യങ്ങളും എല്ലാം. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന സാധനം റയറായിട്ട് അങ്ങനെ എപ്പോഴും കിട്ടാത്തൊരു സാധനമാണ് മുരിങ്ങപ്പൂ എന്ന് പറയാം. മുരിങ്ങയില നമുക്ക് കിട്ടും, പക്ഷേ മുരിങ്ങപ്പൂ അതിന് അതിൻ്റെ സീസൺ ടൈമിലേ കിട്ടത്തുള്ളൂ. അങ്ങനെയൊരു വ്യത്യാസമുണ്ട്. അത് മാത്രമാണ് പ്രത്യേകത. പിന്നെ നല്ല ടേസ്റ്റാണ് ഇതിന്. മുരിങ്ങ ഇല തോരൻ വെക്കുന്നതിനേക്കാളും നല്ല രുചിയാണ് മുരിങ്ങപ്പൂ തോരൻ വെച്ച് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരുപാട് കഴിക്കുന്നത്. അപ്പോൾ വീട്ടിലാണെങ്കിൽ കുറേ മുരിങ്ങയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അമ്മയാണെങ്കിൽ ഞങ്ങളോട് ഈ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഒരുപാട് മുരിങ്ങപ്പൂ നമ്മുടെ മുറ്റത്തൊക്കെ വീണ് വന്നു. അപ്പം ഞങ്ങളോട് പറക്കാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ പറക്കത്തില്ലായിരുന്നു. അപ്പോൾ അമ്മ ഒരു ബുദ്ധി പ്രയോഗിക്കുമായിരുന്നു. അമ്മ പറയും, ഏറ്റവും കൂടുതൽ പറക്കുന്നവർക്ക് സമ്മാനം തരാമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ 3 പേരുണ്ട്, ഞങ്ങളന്ന് കൊച്ചു പിള്ളേർ. അപ്പോൾ ഞങ്ങൾ ശരിക്കും മത്സരിച്ചായിരുന്നു പറക്കുന്നത്. അങ്ങനെ ഏറെ കിട്ടുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സമ്മാനം, അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് സമ്മാനം ചോദിക്കാൻ പറഞ്ഞാൽ സമ്മാനമായ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിച്ചതെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ പറ്റിക്കായിരുന്നു. എന്നാലും ഞങ്ങൾ പറക്കും കേട്ടോ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്ന ആരാണ് കൊച്ചിനകത്ത് നമുക്ക് വലിയ രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. എൻ്റെ കുഞ്ഞിനോട് അങ്ങനെ
ഇച്ചിരി തോരൻ ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കേണ്ടായത്. ഇത് ഞങ്ങൾ കറക്കിയെടുത്തത്. ഇനി ഇത് നമുക്ക് കൊത്തി വെച്ചിട്ട് ഫ്രണ്ട്സ് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മുരിങ്ങപ്പൂവിൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കണ്ണന് കൊടുക്കണം. പിന്നെ ഞങ്ങൾക്ക് കൂടെ കുറച്ച് കഴിക്കണം. സംഭവം ഇത്രയേ ഉള്ളൂ. വെച്ച് വന്നപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഞ്ഞിന് കൊടുക്കണം. ഉടന്ന് ചോറ് തിന്നാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്ത് താഴേന്ന് പറക്കുന്നത് കള്ള. കണ്ണപ്പനുള്ള ഫുഡൊക്കെ റെഡിയായി. ഇനി കണ്ണപ്പന് തോരനൊക്കെ സൈഡിൽ ഇരിപ്പുണ്ട്. ഇനി കണ്ണപ്പന് ചോറ് കൊടുക്കണം. അതൊരു അംഗമാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.